കേരളം ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണ ചൂടിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ചില നിലപാടില്ലായ്മയും ചില നിലപാടുകളുടെ വ്യക്തതയും ചില കൂറുമാറലുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, വീഡിയോയ്ക്കകത്തോട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ഇപ്പോൾ അടുക്കാറായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അഖിൽമാരാർ പിഷാരടിയെക്കുറിച്ച് സംസാരിക്കുന്നു, പിഷാരടി അതിന് തിരിച്ചുള്ള മറുപടി പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് സഹജമാണ്. എന്നിരുന്നാൽ പോലും ഇലക്ഷൻ എടുക്കാറാവുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ചൊക്കെ നിലപാടുകളുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതികളുള്ള വ്യക്തതയുള്ള മനുഷ്യത്വമുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കണം. ഇപ്പോൾ ജാതി പറഞ്ഞ് വേർതിരിവ് കാണിക്കാതെ എല്ലാവരെയും ഒരേപോലെ, ഇപ്പോൾ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഒരേപോലെ കാണാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ. വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ കണ്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും.